സ്വർണം വിളയുന്ന നാടാണ് ഗൾഫ് എന്ന് പറയാറുണ്ട്. ഖത്തറിൽ ശരിക്കും മണ്ണിൽ വൈറ്റ് ഗോൾഡ് എന്നൊരു സാധനം വിളയാറുണ്ട്. എന്താണ് ഈ സാധനം? ഫൈസൽ ഹംസ പറഞ്ഞു തരും. ശൈത്യകാലത്ത് ലഭിക്കുന്ന മഴയ്ക്ക് പിന്നാലെ അറബികൾ മരുഭൂമിയിലൂടെ എന്തോ തിരഞ്ഞു നടക്കുന്നത് കാണാത്തവരുണ്ടാകില്ല. ഈ കാണുന്ന നിധിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണത്. വൈറ്റ് ഗോൾഡ് എന്ന മരുഭൂമിയിലെ കർഷകർ വിളിക്കുന്ന ഫക്ക. അറബി ഭാഷയിൽ ഫക്ക്, ചിലർ അതിനെ ഫക്കി എന്നും ഫക്ക എന്നുമൊക്കെ വിളിക്കും. കാഴ്ചയിൽ ഉരുളക്കിഴങ്ങ് പോലെ തോന്നിക്കും, പക്ഷെ തൊട്ടു നോക്കിയാൽ പൊങ്ങുപോലെ മൃദുലമായ കൂൺ. മരുഭൂമിയിൽ വളരുന്ന ഒരു കൂണാണിത്. അറേബ്യൻ മരുഭൂമിയിൽ മാത്രമല്ല, വടക്കേ ആഫ്രിക്കയിലും ഇവ സുലഭമായി കാണുന്നു. ഓരോ രാജ്യത്തെത്തുമ്പോഴും പേര് മാറുമെന്ന് മാത്രം. തുർക്കിക്കാർക്ക് ഡൊമാലൻ, സിറിയക്കാർക്ക് കീം, അങ്ങനെ പ്രാദേശികമായി കർഷകർ ഈ കൂണിനെ പല പേരിൽ വിളിക്കുന്നു. ഫംഗസ് വിഭാഗത്തിലാണ് ഇവ പെടുന്നത്. ശൈത്യകാലത്തിന്റെ മധ്യത്തിലെത്തുന്ന മഴയ്ക്കും ഇടിമിന്നലിനും പിന്നാലെ ഇവ മരുഭൂമിയിൽ മുളച്ചു പൊന്തും. Like a mushroom, yeah, something like this. It has a certain tree, small one, that if you see this tree, you will know this place has faqa. If there is no tree, you know that faqa tree, they call it ragrug. If there is no ragrug, there is no faqa. Not every desert, certain desert, not every desert has this faqa. It depends on this tree. If this desert have this tree, you can find faqa. And you can go all the desert. If you cannot find this tree, you will never find anything. മരുഭൂമിയിൽ എല്ലായിടത്തും ഇവ കാണണമെന്നില്ല. മരങ്ങളുള്ള ഇടമാകണം. മരുഭൂമിയെ അറിയുന്നവർക്ക് ഫക്കയുള്ള സ്ഥലങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. ഖത്തറിലെ പഴയ മാർക്കറ്റുകളിലൊന്നായ സൂക്ക് വാക്കിഫിലെ ലേലത്തിന്റെ കാഴ്ചകളാണിത്. വില കേട്ടാൽ നമ്മൾ നെട്ടും. 60,000 രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ഈ 2 പെട്ടി കൂണിന്റെ വില. അത് ലക്ഷത്തിന് മുകളിൽ പോകുന്ന ലേലങ്ങളുമുണ്ട്. This is the first. They call it zbedi. You can see it. It's white, very nice. Smell good also. So this is the most expensive one. Also this one, you know. It's expensive, but I cannot say because this is a market. Sometimes expensive, sometimes up, sometimes down. ഖത്തറിൽ നിന്നുള്ള ഫക്കയ്ക്ക് പുറമെ സൗദി, ഇറാഖ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കൂണുകളും ലേലത്തിനുണ്ട്. ചിലയിടങ്ങളിൽ കൃത്രിമമായും ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. This is just in the farm by water, but you can see it's black like this. See the color, the different? This is the difference. So sometimes people, make a farm, a small farm, not big farm. But people rather this one than this one. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന കൂൺ കഴിക്കുന്നത് പോലെ തന്നെ പാകം ചെയ്ത് ചോറിനൊപ്പമാണ് ഫക്കയും കഴിക്കുന്നത്. ഉപ്പ് മാത്രം ചേർത്ത് കഴിക്കാനും നല്ല രുചിയാണ്. You can cook it with rice, you can cook it alone, you just boil it with salt, and it tastes very good, very nice. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.